ഒരുപാട് വിമർശനങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ഒരാളാണ് കെ സുരേന്ദ്രൻ, ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ. പക്ഷേ ഈയിടെ, അതായത് ഇലക്ഷന് ശേഷം കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. അദ്ദേഹം ഒഴിയണമെന്നുള്ള മുറവിളികൾ വരുന്നു. ഈ അടുത്ത 2 ദിവസങ്ങളായിട്ട് ബി.ജെ.പിയിലേക്ക് CPM നിന്ന് ഒരുപാട് നേതാക്കന്മാർ, പ്രവർത്തകരൊക്കെ വരുന്നുണ്ട്. അതായത് അഡ്വക്കേറ്റ് വിപിൻ സി ബാബു ഉൾപ്പെടെ, ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന വിപിൻ ഉൾപ്പെടെയുള്ള ആളുകൾ വരുന്നു. അവരുടെ മക്കൾ മാറുന്നു. അങ്ങനെ ഒരു വലിയ മാറ്റം ബി.ജെ.പിയിൽ സൃഷ്ടിക്കാൻ സുരേന്ദ്രനും അതിനൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രനും കഴിഞ്ഞു. ശോഭാ സുരേന്ദ്രൻ ഉള്ള ആലപ്പുഴയിലാണ് ഈ കായംകുളത്ത് നിന്ന് ഇന്ന് 5 പേർ ബി.ജെ.പിയിലേക്ക് എത്തിയത്. അപ്പോൾ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ഹീറോ ആയി മാറുകയാണോ? അല്ല, പൊതുവെ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് മുൻപ് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്നത് അത്ര സ്വീകാര്യമായൊരു നടപടിക്രമമായിരുന്നില്ല. പോകുന്ന ആളുകൾ മോശക്കാരാണെന്ന നിലക്കാണ് കണക്കാക്കിയിരുന്നത്. അത് ഇനി മാറ്റം വരുത്തുന്നത് സുരേന്ദ്രനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് സുരേന്ദ്രനെ ഹീറോ എന്ന് വിശേഷിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ്റെ സംഘങ്ങൾ വളരെ ശക്തമായിട്ട് ഇടപെടലുകൾ നടത്തി 2 വൻ നേട്ടങ്ങൾ ബി.ജെ.പിക്ക് ഉണ്ടാക്കാനായിട്ട്. കാലുമാറ്റമാണ്, അതെ. പക്ഷേ പഴയ കാലത്താണ് അത് കാലുമാറ്റം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നാണ് എൻ്റെ പേര്. ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് നല്ല രീതിയിൽ നടപ്പിലാക്കിയപ്പോൾ കേരളത്തിൻ്റെ 2 മുഖ്യമന്ത്രിമാരുടെ മക്കൾ ബി.ജെ.പിയിലെത്തി, ഏകദേശം ഒരേ സമയത്ത്. അതൊരു ഇരട്ടപ്രഹരമായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതിൻ്റെ അന്നത്തെ ആ പ്രഹരശേഷി പിന്നീട് കുറേ കഴിഞ്ഞ സമയത്ത് അങ്ങനെ അല്ലാതെ ആക്കി മാറ്റി. കോൺഗ്രസ് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെ അന്വേഷിച്ചാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് സന്ദീപ് വാര്യരെ അവരിങ്ങോട്ട് കയറ്റിപ്പിടിച്ചു. കോൺഗ്രസിൽ നിന്ന് സരിനെ CPM പിടിച്ചുകൊണ്ട്. അപ്പോൾ ആളുകൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെ നേതാക്കന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാക്ക് രാഷ്ട്രീയത്തിൻ്റെ ഒരു കാലമായിട്ട് നമ്മുടെ കാലം മാറി. അതായത് ആശയാടിത്തറയ്ക്ക് ഒരു പ്രാധാന്യം, ഒരു പ്രസക്തിയില്ല. കോൺഗ്രസ് ആണോ BJP ആണോ, ഇന്നലെ വരെ എന്താണോ പറഞ്ഞിരുന്നത്, നാളെ ഇനി എന്ത് പറയാം, അതൊന്നും ആർക്കും പ്രശ്നമൊന്നുമല്ല. സന്ദീപ് വാര്യർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ വരെയും ശരിയാണ് വെറുപ്പിൻ്റെ ഫാക്ടർ പ്രവർത്തിക്കുകയാണ്, ഇന്ന് മാറി, ഞാൻ അതിനെ എതിർക്കുന്നു, മോദി എതിർക്കുന്നു, എല്ലാത്തിനും. കോൺഗ്രസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് എന്ന് വെച്ചാൽ നമ്മൾ പഴയ കാലത്ത് പറയാറുണ്ട്, ചേരയുടെ നാട്ടിൽ ചെന്ന് ചേരയുടെ നടുക്കണ്ടം തിന്നണം എന്ന് പറയുന്നു. അതേപോലെ മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് രാഷ്ട്രീയം മൊത്തം മാറും. അതെ, നേരത്തെ ഇതൊക്കെ പലപ്പോഴും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമായിരുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. രാഷ്ട്രീയ പാർട്ടികൾ തന്നെ മുമ്പിൽ നിന്ന് ആളുകളെ ചേരി മാറ്റിക്കുന്ന ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. CPM-ന്റെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാകാവുന്ന അസ്വസ്ഥതകളും പ്രശ്നങ്ങളൊക്കെ എല്ലാ പാർട്ടിയിലും എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അതിനൊരു പുതിയ മാനം കൈവന്നിരിക്കുകയാണ് ചെയ്യുന്നത്. മുമ്പും CPM-ൽ തർക്കങ്ങളുണ്ടായിട്ടുണ്ട്, വലിയ തരത്തിൽ വിമത പ്രവർത്തനം നടത്തിയിട്ടുണ്ട്, വിമതരായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ആ വിമതരൊന്നും ഒരിക്കലും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേക്കേറുന്ന നമ്മൾ കണ്ടിട്ടില്ല. അവർ വേറൊരു ഗ്രൂപ്പായിട്ട് നിൽക്കും, കുറേ കാലം കഴിഞ്ഞ് അത് അങ്ങ് ഇല്ലാതായി പോകും. അതാണ് സംഭവിക്കുന്നത്. എത്രയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗൗരിയമ്മയുടെ കാലത്തായാലും MV രാഘവൻ്റെ കാലത്തായി കഴിഞ്ഞാലും ഇതെല്ലാം വളരെ പ്രകടമായിട്ടുള്ള രീതിയിൽ CPM-നകത്ത് വലിയ കൊടുങ്കാറ്റടിപ്പിച്ച സംഭവങ്ങളായിരുന്നു. അങ്ങനെ മാറിപ്പോകുന്ന ആളുകൾ പക്ഷേ കോൺഗ്രസ്സിലേക്കൊന്നും പോയിരുന്നില്ല, ഒരു വേറെ പാർട്ടി ഉണ്ടാക്കുന്നു, ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറഞ്ഞിട്ട് പ്രവർത്തിക്കുമായിരുന്നു. അതെല്ലാം മാറി. അതിൻ്റെ ട്രെൻഡൊക്കെ TP ചന്ദ്രശേഖരനും അങ്ങനെ തന്നെയായിരുന്നു. അതൊക്കെ മാറി. ഇപ്പോൾ പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, CPM-ൽ നിന്ന് നേരെ ഒറ്റ ചാട്ടമാണ്. അപ്പോൾ ചാടിയാൽ ഏറ്റവും സാധ്യതയുള്ള എവിടെയാണ് എന്ന് നോക്കിയിട്ടാണ് ചാടുന്നത്. കോൺഗ്രസ്സിൽ ഇങ്ങനെ പര നിറഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. അല്ല, പക്ഷേ അവിടെ ഒരു സംശയം, ഈ CPM-നെ പറ്റി പറഞ്ഞതുകൊണ്ടാണ്. CPM-ൽ പണ്ട് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ അത് ആ പാർട്ടിക്കകത്ത്, പാർട്ടിയുടെ വേദികളിൽ, ബ്രാഞ്ച് മുതൽ സംസ്ഥാന തലം വരെയുള്ള വേദികളിൽ, അതാത് വേദികളിൽ തീരുമായിരുന്നു. പക്ഷേ കരുനാഗപ്പള്ളിയിലൊക്കെ പബ്ലിക്കായി റോഡിലിറങ്ങി അടിക്കുന്ന, സെക്രട്ടറി പീഡിപ്പിക്കുന്നു എന്ന് വിളിച്ചു പറയുന്ന, സ്റ്റേറ്റ് നേതാക്കളെ പൂട്ടിയിടുന്ന രീതിയിലേക്ക് CPM-ന്റെ സംഘടനാ പ്രവർത്തനവും മാറി. അത് പക്ഷേ കാലഘട്ടത്തിൽ വന്നൊരു മാറ്റം കൂടിയാണോ? കാലഘട്ടത്തിൽ വരുന്ന മാറ്റം എന്ന് നമുക്ക് പൊതുവെ പറയാമെങ്കിലും കാലഘട്ടത്തിൽ വരുന്ന മാറ്റമല്ല, രാഷ്ട്രീയ പാർട്ടികൾക്ക് വരുന്ന മാറ്റമാണ് ഈ നമ്മളീ പറഞ്ഞ എല്ലാ വിഷയങ്ങളിലും പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത്. കാലം മാറുന്നതിനനുസരിച്ച് മാറുന്നതാണ്. അതുകൊണ്ട് കാലഘട്ടം മാറിയതുകൊണ്ടാണെന്ന് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അടിസ്ഥാനപരമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? രാഷ്ട്രീയ പാർട്ടികളുടെ മൂല്യ വ്യവസ്ഥ തകർന്നു. അവർക്കൊരു മൂല്യമില്ലേ. ഇപ്പം
ഒരു മൂല്യവ്യവസ്ഥയുമില്ല. മൂല്യവ്യവസ്ഥയിൽ നമ്മൾ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളൊരു കാര്യം ചെയ്ത് തെറ്റോ ശരിയോ എന്ന് നമുക്ക് സംശയം തോന്നും. മൂല്യവ്യവസ്ഥയില്ലെങ്കിൽ വളയമില്ലാത്ത ചാട്ടമാണ്, എങ്ങനെയും ചാടാം. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. നേരത്തെ ഒരു ധാർമ്മികത ഉണ്ടായിരുന്നു. CPM-ൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ് അവർ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിൽ ചർച്ചകൾ നടക്കാം, ഉൾപാർട്ടി ചർച്ചകൾ, പുറത്ത് ചർച്ചകൾ, എന്ത് ചർച്ചകളായിക്കോട്ടെ. ആ പ്രശ്നങ്ങളെല്ലാം ഒരു പ്രത്യയശാസ്ത്ര വിഷയമായിട്ട് അവതരിപ്പിച്ചിട്ടാണ്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ അവർ പറയുന്നത് എന്നെ പരിഗണിക്കുന്നില്ല, എനിക്ക് വേണ്ടത്ര സ്ഥാനമാനങ്ങൾ നൽകുന്നില്ല, എനിക്ക് പണം ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരുന്നില്ല, നിങ്ങളൊക്കെ പണം ഉണ്ടാക്കുന്നു, ഞാൻ പണം ഉണ്ടാക്കിയാൽ എന്താ കുഴപ്പം? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതിൻ്റെ തർക്കങ്ങൾ അതേപോലെ തന്നെയാണ് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട്. സ്ത്രീ വിഷയമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ്, ഈ കരുനാഗപ്പള്ളിയിൽ നിന്ന് ഒരു സ്ത്രീ കൊടിപിടിച്ച് പാർട്ടിക്ക് വേണ്ടി വളരെ ഊർജ്ജസ്വലമായിട്ട് നടക്കുന്ന സ്ത്രീ ചോദിച്ച ചോദ്യം ഇതാണ്, പെണ്ണുപിടിയനെയാണ് അവിടെ പാർട്ടിയുടെ സെക്രട്ടറി ആക്കണമെന്ന്. അപ്പോൾ അവിടെ അത്രമാത്രം എന്താണ് ധാർമ്മികമായി തകർന്ന നേതാക്കളെ കൊണ്ടുവരുന്നു സെക്രട്ടറി ആക്കി മാറ്റാൻ. കൊഴിഞ്ഞമ്പാറയിൽ വിമത പ്രവർത്തനം നടത്തിയ സഹാക്കൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ രാവിലെ വൈകുന്നേരം വരെ വെള്ളം കോരുന്നു, നീ ഒരു ദിവസം വേറെ കോൺഗ്രസ്സിൽ നടക്കുന്നതായിട്ടുള്ള ഒരു തെണ്ടിയെ പിടിച്ച് ഞങ്ങളുടെ സെക്രട്ടറി ആക്കുന്നു, അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റിയിൽ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാക്കുന്നു, ഇതിനൊന്നും ഞങ്ങൾക്ക് സൗകര്യമില്ല എന്നവർ വിളിച്ചു പറയുകയാണ് ചെയ്തത്. ശരിയാണ്, മുൻപ് CPM അങ്ങനെ ഒരാളെ സ്വീകരിക്കില്ല. അങ്ങനെ ഒരിക്കലും സ്വീകരിച്ച ചരിത്രം CPM-ലില്ല. പാർട്ടി ചിലപ്പോൾ എന്താണ് തെരഞ്ഞെടുപ്പിലെ ആളുകളൊക്കെ ചിലപ്പോൾ എന്താണ് സപ്പോർട്ട് ചെയ്യും, സ്വതന്ത്ര എന്നതിലൊക്കെ മറ്റുമൊക്കെ ആയിട്ട്. അതല്ലാതെ അവനൊന്നും പാർട്ടിയിൽ അടുപ്പിക്കില്ല, ആ പ്രദേശത്ത് കയറ്റില്ല എന്നുള്ളതാണ്. കുറേ നാൾ പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരിയതിന് ശേഷമാണ് പിന്നീട് അവനെ എന്ത് ചെയ്യുന്നത്, പാർട്ടി അംഗമാക്കുന്നത്. കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് കൊടുത്ത് 3-4 വർഷം പ്രവർത്തനം പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് സ്ഥിരാംഗത്വം അവന് ലഭിക്കുന്നത്. അതൊക്കെ പോയി, അതൊക്കെ എടുത്ത് കളഞ്ഞ് ഏത് സമയത്ത് വേണമെങ്കിലും ഇതിനകത്ത് കടന്നു വരാം, പെട്ടെന്ന് ഏരിയ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരാം എന്നൊക്കെയുള്ള നിലപാടിലേക്ക് പാർട്ടി വരുന്നു. ജില്ലാ കമ്മിറ്റിയിലേക്കൊന്നും കൊണ്ടുവരുന്നില്ല, ശരിയാണ്. പക്ഷേ അതിൻ്റെ ഒരു തുടക്കമാണ് പെട്ടെന്ന് തന്നെ ഒരാളെ മെമ്പറാക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലേക്ക്. അതാണ് കൊഴിഞ്ഞമ്പാറയിലെ പ്രശ്നമായിട്ട് വരും. അതായത് പുറത്ത് നിന്ന് ഒരാളെ ഞങ്ങളുടെ തലക്ക് മുകളിൽ വെച്ച് ഞങ്ങളെ ഭരിക്കാനായിട്ട് വരണ്ട, ഞങ്ങൾ CPM-കാരായിട്ട് പ്രവർത്തിച്ചോളാം എന്ന് പറഞ്ഞ് അവർ വിമത കേന്ദ്രം തുറന്ന് അവിടെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് വന്നു കയറാനും ഇരിക്കാനും സംസാരിക്കാനും ചർച്ച ചെയ്യാനുള്ള ഇടമാണ് എന്ന് പറഞ്ഞ് EMS-ൻ്റെ പേരിൽ ഒരു സ്മാരകം അവിടെ ഉണ്ടാക്കി. ആ സ്മാരക മന്ദിരത്തിൽ അവർ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെങ്ങും പോയിട്ടില്ല, അത് വേറൊരു രാഷ്ട്രീയമാണ്. പക്ഷേ മറ്റ് സ്ഥലത്ത് നമ്മൾ കണ്ടത് ആലപ്പുഴയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ജില്ലാ പഞ്ചായത്ത് അംഗം, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അല്ലേ? അങ്ങനെ പോകുമ്പോഴുള്ള പ്രശ്നം എന്താണ്? അയാൾക്കെതിരെ ഉയർന്ന പ്രശ്നം എന്താണ്? അയാൾ വലിയ ഗാർഹിക പീഡകനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹം CPM-ൽ നിന്ന് പോയ അന്ന് കേക്ക് മുറിച്ച് ആഹ്ലാദിക്കണം. ഭാര്യ മാത്രമല്ല, ഒരുപാട് ആളുകളെ കുടിച്ചാണ്. അപ്പോൾ അതുവരെയും CPM-നകത്ത് അയാൾ ഈ സ്ത്രീവിരുദ്ധനും സ്ത്രീപീഡകനുമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അയാൾ പുറത്തു പോയതിന് ശേഷമാണ് പിന്നീട് കേസ് കൊടുക്കാൻ പോലും പറ്റിയിരിക്കുന്നത്. അതുവരെയും പാർട്ടി കോടതിയിലായിരുന്നു കേസായിരുന്നു. അതായത് ഇതിനകത്ത് നിൽക്കുമ്പോൾ സ്ത്രീ പീഡകനായാലും വെള്ളമടിക്കുന്നവനായാലും എന്ത് ദൂഷ്യമുള്ള ആളായാലും ഒരു പ്രശ്നവുമില്ല, പുറത്തു പോയാൽ അങ്ങനത്തെ ഒരു സ്ഥിതിയാണ്. അവരുടെ കോടതിയുണ്ട്, ആ കോടതിയിൽ അവർ ചിലപ്പോൾ അതിനെതിരായിട്ടൊക്കെ തീരുമാനം കൊടുക്കുമെങ്കിലും ആൾക്കെതിരെ നടപടികളൊന്നും വന്നില്ല എന്നുള്ളതാണല്ലോ മറ്റവരുടെ പ്രശ്നമായിരുന്നു. ഇയാളെ വിളിച്ചിങ്ങനെ സംസാരിക്കും, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും, പരാതികളൊക്കെ ഇട്ടിട്ടുണ്ട്, പരിശോധിക്കും എന്നൊക്കെ പറഞ്ഞ് നടക്കുകയല്ലാണ്ട് നടപടിക്രമങ്ങളിലേക്ക് എത്തിയില്ല. നടപടിക്രമത്തിലെത്തിയിരുന്നെങ്കിൽ നേരത്തെ തന്നെ അയാൾ പുറത്തായ അയാൾ വേറെ പാർട്ടിയിൽ ചേരുമായിരുന്നു. അത് തന്നെയാണ് നമ്മൾ മംഗലപുരത്ത് കണ്ടത്. മംഗലപുരത്തും അദ്ദേഹം മകനും ഒക്കെ കൂടി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എങ്ങോട്ട് പോകുന്നു, BJP-യിലേക്ക് പോകുന്നു. എന്നിട്ട് അയാളുടെ ജാതി പറയുന്നു, ഞാനിങ്ങനെ തറവാട്ടുകാരനാണ്. അപ്പോൾ അതാണ് ഈ 40 കൊല്ലമായിട്ട് പാർട്ടിയിൽ നിന്നിട്ട് ഇയാൾ പഠിച്ച സാധനം അതുമാത്രമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്ന് വെച്ചാൽ ഇത് പറയാനും ഇതിൻ്റെ പുറത്ത് വിവേചനപരമായി പ്രവർത്തിക്കാനും, എന്നുവെച്ചാൽ കമ്മ്യൂണിസ്റ്റ് മൂല്യം ഒറ്റുമില്ലാത്ത ഒരാളെ നിരന്തരമായിട്ട് അവരുടെ ഏരിയ സെക്രട്ടറി ആയിട്ട് വെച്ച് പുലർത്തിയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് ഈ പാർട്ടിക്ക് സംഭവിച്ചതെന്നത് ചോദിക്കുന്നതിൻ്റെ കാരണമായി തീരുകയാണ് ചെയ്യുന്നത്. പുറത്ത് നടക്കുന്ന ആളുകൾക്ക് ഏതു തരത്തിലും പ്രവർത്തിക്കാം, പക്ഷേ അവർ ഈ പാർട്ടിയിൽ അംഗത്വം എടുക്കുമ്പോൾ പാർട്ടിയുടെ ഭരണഘടനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുകയും അതിനനുസരിച്ച് മാറുകയും ചെയ്യണം. അങ്ങനെ മാറിയിരുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഇങ്ങനെ സംസാരിക്കാനോ അതേപോലെ തന്നെ ഇങ്ങനെ പെട്ടെന്ന് BJP-യിലേക്ക് എത്തിച്ചേരാനോ കഴിയുമായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ സുരേന്ദ്രൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇടപെടൽ ഈ കാര്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒക്കെ നടക്കുന്നതായിട്ടുള്ള അസംതൃപ്തരായിട്ടുള്ള ആളുകളെ
പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നു. അതിന് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ സഹായകരമായി പ്രവർത്തിക്കുന്നു. കാരണം എന്താണ്? കാരണം ഈ ശോഭാ സുരേന്ദ്രൻ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ചുറ്റിപ്പറ്റി നടത്തിയ പ്രവർത്തനങ്ങളിൽ ആ പ്രവർത്തന കാലഘട്ടത്തിൽ അവർ കണ്ടെത്തിയ ചുണ്ണാമ്പ് ഇട്ട് മാർക്ക് ചെയ്തിരുന്ന കുറേ ആളുകൾ ഉണ്ടായിരിക്കണം എന്നാണ്. അവർ കുറച്ച് പേരാണ് ഇപ്പോൾ കായംകുളത്ത് നിന്ന് എന്ത് ചെയ്തിരിക്കുന്നത്, പാർട്ടിയിൽ എത്തിച്ചിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് പല സ്ഥലത്തു നിന്ന് എത്തിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കപ്പെടുന്നു. പക്ഷേ ഇങ്ങനെയാണോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് എന്നുള്ള വലിയ ചോദ്യമുണ്ട്. അതൊരു പ്രശ്നമാണ്. കാരണം മറ്റ് പാർട്ടികൾക്ക് വേണ്ടാത്ത ആളുകൾ, ആ പാർട്ടി ഉപേക്ഷിക്കുന്നതായിട്ടുള്ള ആളുകൾ, അവരെ സ്വീകരിക്കാനായിട്ടുള്ള ഒരു ഡസ്റ്റ്ബിന്നായി പാർട്ടി മാറേണ്ടതുണ്ടോ? അത് ഈ പാർട്ടി മാത്രമല്ല, എല്ലാ പാർട്ടിയും സ്ഥിതിയാണ്. സന്ദീപ് വാര്യരെ സ്വീകരിച്ച കോൺഗ്രസ് ഡസ്റ്റ്ബിൻ പോലെ പ്രവർത്തിച്ചു. ശരീരനെ സ്വീകരിച്ച CPM ഡസ്റ്റ്ബിനായി. അതേപോലെ തന്നെയാണ് ഈ CPM ഉപേക്ഷിച്ച് പോയ ആളുകളെ സ്വീകരിച്ച BJPയും എന്ത് ചെയ്യാൻ ഡസ്റ്റ്ബിനാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ ഈ ഡസ്റ്റ്ബിനുകളായി മാറുന്നുണ്ടോ? അതാണ് പൊതുസമൂഹത്തിന് ചോദിക്കാനുള്ള ചോദ്യം. നിങ്ങൾ എന്തിനാണ് ഇവരെയൊക്കെ പറക്കി കൂട്ടുന്നത്? ആളുകൾക്ക് വേണ്ടാത്തതായിട്ടുള്ള സാധനങ്ങളെ, അല്ലെങ്കിൽ പാർട്ടികൾക്ക് വേണ്ടാത്ത സാധനങ്ങളെയാണോ മറ്റു പാർട്ടികൾ സ്വീകരിക്കേണ്ടത്? അതിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് പ്രത്യേകിച്ച് ഒരു ഐഡൻറ്റിറ്റി ഇല്ല. എല്ലാം കള്ളജന്തുക്കളെ പോലെ പ്രവർത്തിക്കുന്നതെന്നാണ് നമ്മൾ കോൺഗ്രസിൻ്റെയും CPMൻ്റെയും BJPയുടെയും ഇത്തരത്തിൽ ഉള്ള പിറക്കിക്കൂട്ടലുകൾ കാണുമ്പോൾ മനസ്സിലാക്കി. ഇവരൊക്കെ തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ് പുതുതലമുറ ചോദിക്കുന്നത്. ഒരു വ്യത്യാസമില്ല. വേണ്ടാത്ത ആളുകൾ, ഈ ആളുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓടിക്കയറുന്നത് വെച്ചാൽ സാധ്യതകൾ നോക്കിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോൺഗ്രസ്സിൽ ചെല്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CPMൽ നിന്ന് പോകുന്ന ആളുകൾ കോൺഗ്രസ്സിൽ ചെല്ലാത്തതിന് മുൻപ് വേറെ കാരണം ഉണ്ടായിരുന്നു. മുൻപും ഇങ്ങനെ തന്നെയാണ്. CPMൽ പോകുന്ന ആൾക്കാർ BJP, കാരണം എന്ന് വെച്ചാൽ CPMകാർ പിടിച്ച് തല്ലും. ആ തല്ല് തടുക്കാനുള്ള ശേഷി എന്ന് പറയുന്നത് RSSനും അതേപോലെ തന്നെ BJPക്കും ഉള്ളൂ. അതുകൊണ്ട് അങ്ങോട്ട് ഓടിക്കയറിയത്. അതുകൊണ്ടാണ് കോൺഗ്രസ്സിൽ പോയിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി ഇപ്പോൾ തല്ലൊക്കെ അവസാനിച്ചു. TP ചന്ദ്രശേഖരൻ മുഖത്തിന് ശേഷം പിന്നീട് രാഷ്ട്രീയ ആക്രമണം എന്ന് പറയുന്നത് കേരളം എന്ത് ചെയ്തു? റദ്ദ് ചെയ്തു. സാധ്യമല്ല ഇവിടെ എന്നുള്ള നില വന്നു. അങ്ങനെ വന്നപ്പോൾ ഇനി ഏത് സ്ഥലത്തേക്കും ഓടിപ്പോകാം എന്നുള്ള സ്ഥിതി ഉണ്ട്. എങ്കിലും അവർ BJPയിലേക്ക് പോകുന്നതിന് കാരണം BJP കേന്ദ്രത്തിൽ ഭരണമുള്ള പാർട്ടി. ഇവിടെ നാളെ പല സാധ്യതകളും അവർക്ക് ലഭിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഈ ജോലി രാജിവെക്കുകയല്ല, അത് വിരമിക്കുന്ന സമയം, ജോലിയിൽ വിരമിക്കുന്ന പല പ്രമുഖരും IAS ഓഫീസർമാർ, IPS ഓഫീസർമാർ, അവരൊക്കെ BJPയിൽ പോകുന്നത് അങ്ങനെ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടും എന്ന് കരുതിയിട്ടാണ്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നടക്കുന്ന മനുഷ്യരുടെ ഒരു ലോകമാണ്. അധികാരാർത്തി, പണാർത്തി, അതൊക്കെയാണ് മനുഷ്യനെ സ്വാഭാവികമായിട്ട് നയിക്കുന്നത്. അപ്പോൾ അത് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുള്ള മേഖലകളിലേക്ക് അവർ ചെല്ലുന്നു. CPMലും ആളുകൾക്ക് നിൽക്കുന്ന എന്താണ്, പല പല സ്ഥാനങ്ങളും പല പദവികളും പണവും ഒക്കെ കിട്ടാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസിനും കേരളത്തിലെ സ്ഥിതി അത്ര മോശമല്ല. കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ ഇപ്പോൾ ഈ ഭരണം കഴിഞ്ഞാൽ അവർ പ്രതീക്ഷ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയില്ല. അവിടെ ഇത് വരുന്ന ആൾ അങ്ങോട്ട് ചെല്ലുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആളുകൾ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ അധികാരമുള്ളിടത്തേക്ക് പോകുന്നു, പണം ലഭിക്കാൻ സാധ്യതയുള്ളിടത്തേക്ക് പോകുന്നു, അഴിമതിക്ക് അംഗീകാരമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അത്തരം ആളുകൾക്ക്, ഭാഗ്യാന്വേഷികൾക്ക് ഇടം കൊടുക്കുന്ന തരത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയം മാറിയതിൻ്റെ ഒരു ലക്ഷണമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ അവിടെയാണ് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണം എന്ന് സുരേന്ദ്രൻ തീരുമാനിക്കുകയും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് വളരെ നല്ല രീതിയിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പൂമുഖത്ത് നിന്നിരുന്ന സമയത്ത് സുരേന്ദ്രൻ പ്രതിയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിപ്പോൾ പുള്ളി പതുക്കെ ഹീറോയായി മാറുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ കൂടിച്ചേരുന്നു എന്ന് പറയുന്ന വാർത്ത വരുന്നു. നമുക്കറിയില്ല അതിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്. പക്ഷേ BJPക്ക് അകത്ത് ഈ അങ്ങോട്ട് സമവാക്യങ്ങളൊക്കെ മാറുന്നു എന്നുവെച്ചാൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറുന്നു, തർക്കങ്ങൾ മാറുന്നു, നേതൃത്വത്തിൻ്റെ ഒരു ആങ്കറിങ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വ്യത്യസ്തമായിട്ട് മാറിത്തീരുന്നു. എന്തായാലും പക്ഷേ നമുക്കിത് അവസാനിപ്പിക്കുമ്പോൾ ഇത്തരം പുതിയ സാഹചര്യങ്ങളെ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മാറിയ കാലത്ത് ഇത്തരം പുതിയ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുമൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പുറത്തു വരുന്ന ആളുകളെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പേരിട്ടുകൊണ്ട് അതിനെ വളരെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിപ്പിച്ചൊരു പ്രചാരണം കൊടുത്തുകൊണ്ട് ഒരു വലിയ നേതാവിനെ ഞങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്ന് അതിലൂടെ ഒരു മൈലേജ് ഉണ്ടാക്കിയെടുക്കാൻ കെ സുരേന്ദ്രനും അതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിനൊക്കെ കഴിയുന്നുണ്ട് എന്നതാണ് നമുക്ക് ഈ ചർച്ചയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെ, അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. അതായത് സോഷ്യൽ എഞ്ചിനീയറിങ്ങിലൂടെയാണ് മോദി അധികാരത്തിൽ വന്നത്. അതുപോലെ കേരളത്തിലും സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ അധികാരത്തിലെത്താനായിട്ട് കഴിയുള്ളൂ. അതിൻ്റെ പ്രാഥമികമായ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ അടങ്ങും. ഇതായിരിക്കില്ല കുറേ കഴിയുമ്പോൾ സംഭവിക്കും. അതെ, ടെസ്റ്റ് ഡോസ് ആയിരിക്കും. അതെ, അത് ടെസ്റ്റ് ഡോസാണ്. അത് വിജയകരമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ മറ്റ് സാധ്യതകളിലേക്ക് പോകും
തീർച്ചയായും അങ്ങനെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിലൂടെ കേരളത്തിലും അധികാരത്തിലെത്താം അതെ എന്ന BJPയുടെ കാഴ്ചപ്പാടുകളെ ശക്തിപ്പെടുത്തുന്ന ഒരാളായിട്ട് സുരേന്ദ്രൻ മാറിക്കൊണ്ടിരിക്കുന്നു. അതെ അതെ തീർച്ചയായും അതാണ് അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു.